നമ്മുടെ ജീൻസ് നമ്മുടെ ബ്ലൂ പ്രിന്റ് ആണ്. എന്നാൽ ആ ബ്ലൂ പ്രിന്റിനെ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് ശരിയാണ്. നമ്മൾ ദിവസവും കഴിക്കുന്ന ചായയോ കാപ്പിക്കോ നമ്മുടെ DNA ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. തിരിച്ച് DNA നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഞാൻ രഞ്ജിനി രാധാകൃഷ്ണൻ, അനുഗ്രഹ ന്യൂട്രാസ്യൂട്ടിക്കൽസിലെ ഡയറ്റീഷ്യനാണ്. സോ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ന്യൂട്രി ജീനോമിക്സ് അല്ലെങ്കിൽ ന്യൂട്രി ജെനറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ന്യൂട്രി ജീനോമിക്സ് അല്ലെങ്കിൽ ന്യൂട്രി ജെനറ്റിക്സ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ റഫ്ലി 25,000 ജീൻസ് ഉണ്ട്. നമ്മൾ ഒരു ഡയറ്റ് കുറേ പേർക്ക് കൊടുക്കുമ്പോഴേക്കും ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത് വേറെ വേറെ ആയിരിക്കും. ചിലവർക്ക് ഒരു എനർജി കിട്ടിയ ഫീൽ ആയിരിക്കും, പക്ഷെ മറ്റു ചിലർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിലിറ്റി അവിടെ ഫീൽ ചെയ്യും. എന്തായിരിക്കും ഇതിനുള്ള റീസൺ? വേറൊന്നുമല്ല, നമ്മുടെ ജീൻസാണ്. നമ്മുടെ ജീൻസ് യുണീക്കാണ്. അതിന് നമ്മളെല്ലാവരും സെയിം ജീൻസ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള വേരിയേഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊരു പർട്ടിക്കുലർ ഡയറ്റ് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവാത്തത്. നമ്മുടെ ബെസ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയറ്റാണ്. ആൻഡ് ദിസ് ഇസ് വെയർ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ ഹാസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. സോ ഇതിൽ ബേസ് ചെയ്ത് 5 മെയിൻ ഐഡിയാസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ മെയിൻ ഐഡിയ ആണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മുടെ ജീനിൻ്റെ ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫുഡിലുള്ള ന്യൂട്രിയൻസ്, കെമിക്കൽസ്, അതിന് നമ്മുടെ DNA ആക്ടിവിറ്റീനെ ഒന്നെങ്കിൽ കുറയ്ക്കാനോ ഇല്ലെങ്കിൽ കൂട്ടാനോ ഇല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി അവിടെ ഇല്ലാണ്ടാക്കാൻ വരെ ഈ പറയുന്ന ഫുഡ് കെമിക്കൽസിന് സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്രീൻ ടീയിലെ പോളിഫീനോൾസ്. അത് ക്യാൻസർ പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ജീൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വേറൊരു എക്സാമ്പിളാണ് omega-3 ഫാറ്റി ആസിഡ്. അത് ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഈ പറയുന്ന ജീൻസിൻ്റെ ആക്ടിവിറ്റീനെ കുറയ്ക്കാനോ കൂട്ടാനോ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി അവിടെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെ മെയിൻ ഐഡിയ ആണ് ഡയറ്റ് ക്യാൻ കോസ് ഡിസീസ്. അതായത് ചിലവർക്ക് ചില ഫുഡ് കഴിക്കുമ്പോഴേക്കും ഹെൽത്ത് റിസ്കിലോട്ട് അത് ലീഡ് ചെയ്യും. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഈ ആൽക്കഹോൾ കൺസ്യൂമേഴ്സ്. അതായത് ആൽക്കഹോൾ കൺസ്യൂമേഴ്സിൽ തന്നെ സ്ലോവർ മെറ്റബോളൈസേഴ്സും ഉണ്ട്, ഫാസ്റ്റർ മെറ്റബോളൈസേഴ്സും ഉണ്ട്. സോ ഈ ഒരു സ്ലോവർ മെറ്റബോളൈസേഴ്സിന് ഈ ആൽക്കഹോൾ കൊണ്ട് ഹാർട്ട് റിസ്ക് കുറയാനാണ് ചാൻസ്. അല്ലെങ്കിൽ അവർ ആ ഒരു ആൽക്കഹോളിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ കൂടുതലും ഹാർട്ട് പ്രൊട്ടക്റ്റീവ് ആവാൻ കാരണമാകും. പക്ഷേ ആൽക്കഹോളിൻ്റെ ഫാസ്റ്റർ മെറ്റബോളൈസേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് BP വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ സെയിം ഫുഡ് ഇവിടെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് പ്രൊട്ടക്റ്റീവായിട്ടും വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഹാംഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റാണ് certain genes can overreact to certain diet. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മൾ കഴിക്കുന്ന ഫുഡിനോട് നമ്മുടെ ജീൻസിന് ഓവർ റിയാക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഈ ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ മിൽക്ക് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് അതനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു റിയാക്ഷൻ വിസിബിൾ ആയിരിക്കും. ലൈക്ക് ബ്ലോട്ടിങ് അല്ലെങ്കിൽ അൺകംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ റാഷസ് ഫോർമേഷനൊക്കെ അനുഭവപ്പെടും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലാക്ടേസ് എൻസൈം ജീൻ അതിൽ ഉണ്ടായിട്ടുള്ള വേരിയേഷൻ കൊണ്ടാണ്. സോ അതാണ് ഈ നമ്മുടെ ജീനിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻസിന് ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഫുഡിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇഫക്റ്റും മാറും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുഡ് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ചിലപ്പോൾ അത് മെഡിസിൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, മറ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ചിലപ്പോൾ അത് പോയിസൺ ആയിട്ട് ആക്ട്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഫ്യൂച്ചർ ഓഫ് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ DNA പ്രൊഫൈൽ അല്ലെങ്കിൽ ജീൻസ് മനസ്സിലാക്കുന്ന വഴി, നമ്മുടെ ജീൻ വേരിയേഷൻ മനസ്സിലാക്കുന്ന വഴി നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ കിട്ടും. നമ്മുടെ ജീൻസിലുണ്ടാകുന്ന വേരിയേഷൻ അല്ലെങ്കിൽ ജീൻ എന്ന് പറയുന്നത് ഇൻഹെറിറ്റബിൾ ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസിനും കെമിക്കൽസിനും ഈ എക്സ്റ്റേണലി ഈ DNA ചേഞ്ചസ് വരുത്തി അതിൻ്റെ ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീനെ മാറ്റാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സോ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡ് ഫ്യൂച്ചറിൽ നമുക്കുണ്ടാകുന്ന ഹെൽത്തിനെയും അതുപോലെ ഫ്യൂച്ചറിൽ നമ്മുടെ ഓഫ്സ്പ്രിങ്സിൻ്റെ ഹെൽത്തിനെയും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഡയറ്റ് പ്ലാൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ DNA പ്രൊഫൈൽ അല്ലെങ്കിൽ ജീൻ വേരിയേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു ഡയറ്റ് പ്ലാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആൻഡ് റിമെമ്പർ, യു ഹാവ് ടു ഈറ്റ് അക്കോർഡിംഗ് ടു യുവർ ജീൻസ്.